ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാന്നല്ലേ? ഞാനിന്ന് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. യെസ്, അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പാവത്തിന് അറിയില്ലല്ലോ അവനെ കൊണ്ടുപോകുന്നില്ല, അവനെൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നതെന്നുള്ളത്. അവന് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എന്നെ തല കുളിപ്പിച്ച് റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് വേറെ ദിവസമായിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തുള്ള ബഹളമാണ് അവിടെ കഴിഞ്ഞത്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന അമ്പലം എന്ന് പറയുന്നത് നീലകേശി അമ്പലമാണ് കേട്ടോ. എൻ്റെ സ്വന്തം അമ്മയാണ് അവിടെ ഉള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അമ്മമാരുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് അവരത് സാധിച്ചു തരത്തില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. നീലേശിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആറ്റുകാൽ വരുമ്പോഴും എനിക്ക് അതേ ഫീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ കണ്ണടച്ചൊക്കെ ഇരുന്ന് ഓം നമ ശിവായയും ശംഖുനാഥവും ഒക്കെ കേട്ട് ഒത്തിരി നേരം കൂളായിട്ടിരുന്ന് സങ്കടം എല്ലാം ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോൾ അരവണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എപ്പോഴും നമുക്ക് വരാൻ പറ്റാറില്ല. വരുന്ന സമയം കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒത്തിരി നേരം തൊഴുതിറങ്ങിയാലും ആ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കാനും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, കാർത്തികയായിട്ട് വിളക്ക് കത്തിക്കാതെ, ദേവിയുടെ മുമ്പ് വിളക്ക് കത്തിക്കാതെ എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെ അതുകൊണ്ട് നാരങ്ങ വിളക്ക് കത്തിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ കത്തിച്ചു. ചേട്ടനും കത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേട്ടനത് വീഡിയോ ക്ലിപ്പാക്കി എടുക്കണതുകൊണ്ട് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ ക്ലിപ്പ് ഇടാത്തത്. അങ്ങനെ നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഹാപ്പിയായി കേട്ടോ. എൻ്റെ മനസ്സ് നല്ലപോലെ നിറഞ്ഞു. ശരിക്കും പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയാൻ, അമ്പലക്കുളത്തിൽ മീനും ആമയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഒത്തിരി നേരം അത് നോക്കി അങ്ങനെ നിൽപ്പായിരുന്നു ഞങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തു. തൊഴുതിറങ്ങിയിട്ട് തന്നെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് വരാൻ മനസ്സില്ലാതിരുന്നത്. ഞങ്ങൾ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിന്ന് ഡബിൾ സന്തോഷമായിരുന്നു ഗേസ്. 2 കേക്കാണ് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഒന്ന് എൻ്റെ അമ്മയുടെ വകയും, അമ്മ പൈസ തന്നു വിട്ടു. ഒന്ന് എൻ്റെ അമ്മയുടെ വകയും, ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയും. 2 പേരും എനിക്ക് കേക്ക് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. മേടിച്ചിറങ്ങി തന്നതിന് ശേഷം ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇന്നത്. അപ്പം ഞങ്ങൾ കുഞ്ഞ് വീട്ടിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു കേക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണയൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് അറിവൊന്നും ആയില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം അവനും എനിക്ക് കേക്ക് വായിൽ വെച്ച് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻ്റാണ്. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഇങ്ങനെയൊക്കെയാണ് ആസ്വദിക്കുന്നത്. അവനാണെങ്കിൽ അവൻ്റെ അച്ഛനും കേക്കൊക്കെ വെച്ച് കൊടുത്തു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. കേക്ക് കണ്ടപ്പോഴേ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ കുഞ്ഞാണ്. അവനറിയാതെ കട്ട് ചെയ്യാനുള്ളതാണ്. കേക്ക് വായിൽ വെച്ച് കൊടുക്കാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോഴൊക്കെ അവന് മുട്ടായിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ആശാൻ അതോടെ തന്നെ ഹാപ്പിയായി. അങ്ങനെ ഒരു കേക്ക് കെട്ടിയലൊക്കെ കഴിഞ്ഞു. എനിക്ക് കേക്ക് മാത്രമല്ല കേട്ടോ, ഈ വാങ്ങിച്ചിരുന്ന സ്വീറ്റ്സൊക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് കേട്ടിട്ടൊന്നും വിചാരിക്കരുത് കേട്ടോ, അത് പാർട്ടിയുടെ അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ച് മേടിച്ച ഗിഫ്റ്റ് ഇത് 2 ആയിരുന്നു കേട്ടോ. ആറ്റുകാൽ അമ്മയുടേതും ഒരു കൃഷ്ണൻ്റെതും ഒരു ഫ്രെയിം. പിന്നെ ഈ സംഭവം ഇല്ലേ, ചാമ്പ്രാണിക്കട്ട കത്തിച്ച് വെക്കുന്ന ഈ സംഭവവും ഈ ഭരണിയും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ സിറ്റിയിൽ പോയിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഇനി ഞങ്ങൾ ചേട്ടൻ വാങ്ങിച്ചു തന്ന 2ാമത്തെ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യലൊക്കെ ചെയ്തു. ഇവിടെ ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആൻഡ് ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ തന്നെയാണ്. ലൈഫിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയായിരുന്നു എനിക്ക് ഇന്ന്. അതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അച്ഛനോടും അനിയനോടും ഒക്കെയാണ്. പിന്നെ എൻ്റെ കുഞ്ഞു കുട്ടനോടും. അപ്പോൾ എല്ലാ പേർക്കും
ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിന് നന്ദി അറിയിക്കുവാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാർത്തിക വിളക്ക് കത്തിക്കലാണ്. കാർത്തിക വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.